ഹരേ രാമ ഹരേ കൃഷ്ണ. രാജകീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ധനനേട്ടങ്ങളിൽ നിങ്ങൾക്ക് ആറാടാം. ഈ നക്ഷത്രക്കാർക്ക് വരുന്ന 7 ദിവസങ്ങൾ സുവർണ കാലമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. ഇന്ന് സെപ്റ്റംബർ 1 ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 7 വരുന്ന ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ നക്ഷത്രഫലമാണ്. ആദിത്യൻ ചിങ്ങം രാശിയിൽ പൂരം ഞാറ്റുവേലയിലാണ്. വ്യാഴം ഇടവം രാശിയിൽ മകരം നക്ഷത്രത്തിലും ശനി വക്രഗതിയിലുള്ള സഞ്ചാരത്തിലാണ്. കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിൽ തുടരുന്നു. ചന്ദ്രൻ കറുത്ത പക്ഷത്തിലാണ്. ഈ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി അമാവാസി കറുത്തവാവും വന്നു ചേരും. അതിനുമേൽ വെളുത്ത പക്ഷം തുടങ്ങുകയായി. ആയില്യം മുതൽ ചോതി വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലായിട്ടാണ് ഈ വാരം ചന്ദ്രന്റെ സഞ്ചാരം. ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മകയിരം നക്ഷത്രത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. കർക്കിടകത്തിലുമാണ്. സെപ്റ്റംബർ 4 ചിങ്ങത്തിൽ പ്രവേശിക്കും. ആയില്യം മകം നാളുകളുമായി നീങ്ങുന്നു. ശുക്രൻ തൻ്റെ നീചരാശിയായ കന്നിയിലാണ്. ഉത്രം അത്തം നക്ഷത്ര മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുന്നു. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലുമാണ്. അതുപോലെ ഈ ആഴ്ചയിലെ അഷ്ടമ രാശിക്കൂർ നോക്കാം. ഞായർ സന്ധ്യ വരെ ധനു രാശിക്കാർക്കും തുടർന്ന് ബുധൻ പ്രഭാതം വരെ മകരക്കൂറുകാർക്കും അഷ്ടമ രാശിക്കൂറുമാണ്. അതുപോലെ തന്നെ വെള്ളി വൈകുന്നേരം വരെ കുംഭരാശിക്കാർക്കും തുടർന്ന് മീനരാശിക്കാർക്കും അഷ്ടമ രാശിയുമുണ്ട്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും മുടക്കം വരാതെ നിർവഹിക്കും. നിങ്ങളുടെ ചുമതലകൾക്ക് അടിത്തറ ഉണ്ടാകുന്നതാണ്. മനുഷ്യപക്ഷത്തും ശരിയുടെ ഭാഗത്തും നിലയുറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുക. എതിർപക്ഷത്തെ കൂടി എല്ലാ കാര്യങ്ങളിലും പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ്. മുന്നിൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ ആത്മശക്തിയും അചഞ്ചലമാവും. പല ചിന്തകളും കാലത്തിന് മുന്നേ പറക്കുന്നതാകുന്നതാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ഒപ്പമുള്ളവർക്ക് കഴിയാതെ വരുന്നത് വളരെയധികം സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യകാര്യം സന്തുലിതമായി തുടരുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായ ശുക്രന് നീചസ്ഥിതി തുടരുകയാൽ ചെറിയ കാര്യങ്ങളിൽ പോലും ആശയക്കുഴപ്പമുണ്ടാകുന്നതാണ്. ഞായറും തിങ്കളും കാര്യതടസ്സങ്ങൾ വളരെയധികം തോന്നിയേക്കും. നിശ്ചയിച്ച യാത്രകൾ മാറ്റിവെക്കുവാൻ ഇടയുണ്ട്. മറ്റു ദിവസങ്ങളിൽ യാതൊരുവിധ മനക്ലേശങ്ങളുമില്ലാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ തീരുമാനങ്ങളുടെ നിർവഹണത്തിൽ വിളംബം ഉണ്ടാകുന്നതല്ല. സഹോദര ഗുണം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ സഹായിക്കുവാനും പിന്തുണയ്ക്കുവാനും പല ആളുകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നെത്തും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കൈവരുന്ന ഒരു ആഴ്ച കൂടിയാണ്. സാമ്പത്തിക കാര്യത്തിൽ ധാരാളിത്തം ഒഴിവാക്കപ്പെടണം. ദാമ്പത്യ സുഖം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ഔദ്യോഗികമായും അനൗദ്യോഗികമായുമുള്ള തിരക്കുകൾ വളരെയധികം വർദ്ധിക്കും. വ്യാപാര വിപണന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശ്രദ്ധയും ഊർജവും ചെലവഴിക്കപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. നവസംരംഭങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടാകും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ്. കുടുംബ കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയായി നടപ്പിലാക്കുവാൻ കഴിയും. നിങ്ങളുടെ ഒപ്പമുള്ളവരെ മോഷിപ്പിക്കാതെ പറയാനുള്ളതും പറയുവാൻ കഴിയുന്നതാണ്. പണയം വെച്ച വസ്തുക്കളെല്ലാം തിരിച്ചെടുക്കുവാൻ വളരെയധികം അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ന്യായമായ കാര്യങ്ങൾക്ക് ധനം വന്നു ചേരുകയും ചെയ്യും. പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സമ്മർദ്ദം കൂടി ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരായ ആളുകളുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തതിനാൽ നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കൾ പെരുകുന്ന ഒരു സമയം കൂടിയാണ്. ചൊവ്വ നിങ്ങളുടെ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകളിൽ വളരെയധികം പാരുഷ്യമേറുന്നതാണ്. നിലവിലെ പദവി സംരക്ഷിക്കുവാൻ അത്യധ്വാനം വേണ്ടിവരും. അനർഹർക്ക് കൂടുതൽ അവസരങ്ങൾ കൈവരുന്നത് വിഷമിപ്പിച്ചേക്കുന്നതാണ്. രോഗാശ്രിതനായ ബന്ധുവിനെ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും വന്നെത്തും. അന്യദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിലെത്തുവാനുള്ള സാഹചര്യം അനുകൂലമായി മാറും.
കലാപ്രവർത്തനങ്ങളിൽ വ്യക്തമായ ദിശാബോധം പ്രകടിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. ചൊവ്വ മുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാരായ ആളുകൾക്ക് ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ മനക്ലേശമേറുന്നതാണ്. സമ്മർദ്ദങ്ങൾ വളരെയധികം ഉണ്ടാകും. ഇടവ രാശിക്കാർ പരുഷമായി സംസാരിക്കും. സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുവാൻ ഇടയുണ്ട്. സാങ്കേതിക പഠനത്തിൽ വളരെയധികം പുരോഗതി വരും. തൊഴിൽ ഉപേക്ഷിക്കുന്നത് യാതൊരുവിധ ആശ്വാസവുമാവില്ല. പുതിയ ജോലി ലഭിക്കുവാൻ വളരെയധികം കാലവിളംബം ഉണ്ടാകുന്നതാണ്. ധനവരവ് അല്പം മെല്ലെയാകും. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയുന്ന ഒരു ആഴ്ച കൂടിയാണ്. എന്നാൽ പൂർണ്ണ തൃപ്തി വരുന്നതല്ല. കുടുംബാംഗങ്ങളുടെ പിന്തുണ മനഃശക്തിയും ധൈര്യവും നിങ്ങൾക്ക് പകരുന്നതാണ്. ഗൃഹം നവീകരിക്കുവാൻ പണം കണ്ടെത്തുവാനും ഈ ആഴ്ച കഴിയുകയും ചെയ്യും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾക്ക് പല കാര്യങ്ങളിലും തിരുത്തണമെന്നും മാറ്റിവെക്കണമെന്നും തോന്നിയേക്കും. എന്നാൽ അവ പ്രായോഗികമാകുന്ന ഒരു സമയമല്ല. നിങ്ങളുടെ ശീലങ്ങളുടെ ശക്തി എന്താണെന്ന് അനുഭവം കൊണ്ടറിയുവാനുള്ള അവസരം വന്നെത്തും. ഇഷ്ടജനങ്ങളുടെ പിന്തുണ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ വളരെയധികം വിശ്വാസവും ധൈര്യവും നിങ്ങൾക്ക് കൈവരുന്നതാണ്. വാഹനം അലക്ഷ്യമായി ഓടിക്കുന്നത് കേസിനിടവരുത്തുന്നതാണ്. വരുമാനത്തിൽ യാതൊരുവിധ കുറവുകളും സംഭവിക്കില്ല. ചെലവുകളെല്ലാം നിങ്ങളുടെ വളരെയധികം നിയന്ത്രിക്കപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള സഹായവും അതിൽ പെടുന്നതാണ്. തീർത്ഥാടനത്തിനും മറ്റും അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച സിദ്ധിക്കും. മക്കളുടെ ചുമതലാബോധത്തിൽ സന്തോഷം തോന്നുന്നതും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതുമാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്രക്കാരായ ആളുകൾക്ക് ആലോചനകൾ സാക്ഷാത്കരിക്കുവാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ഒരു ആഴ്ചയാണ്. എന്നാലും തളരാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വളരെയധികം സഞ്ചാരപ്രിയതയേറും. അവധിക്കാലത്തേക്ക് കൂട്ടുകാരോടൊത്ത് വിനോദയാത്ര ആസൂത്രണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. തൊഴിലിലെ അനാവസ്ഥ മൂലം നിങ്ങളുടെ മേലധികാരികളുടെ സഹായത്തിന് കാരണമാകും. സ്വാശ്രയ ബിസിനസ്സിൽ സാമാന്യമായ ആദായം വന്നെത്തും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇപ്പോൾ അനുകൂലമായ ഒരു സമയമല്ല. സാമ്പത്തികമായ ചെലവുകൾ വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച വന്നു ചേരുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ ആഴ്ച അല്പം സുഖക്കുറവുണ്ടാകുന്നതാണ്. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ വളരെയധികം കാലതാമസം ഉണ്ടാകുന്നതാണ്. എന്നാൽ നിരന്തരമായ പരിശ്രമം നിങ്ങൾക്ക് വളരെയധികം ഫലം നൽകും. ബുധനാഴ്ച മുതൽ മനഃപ്രസാദം സിദ്ധിക്കുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ ശത്രുഭയങ്ങളും ഇല്ലാതാവുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും. സ്ത്രീകളുടെ പ്രശംസയ്ക്ക് പാത്രമാകുകയും ചെയ്യും. വീട് പണിക്കുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. ഗൃഹത്തിലെ മുതിർന്നവരുടെ രോഗശിഷ്ടകൾക്ക് ചികിത്സാ മാറ്റം വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ് പൂയം നക്ഷത്രക്കാരെ ഈ ആഴ്ചയിൽ കാത്തിരിക്കുന്നത്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ഞായറാഴ്ച ദിവസം ബന്ധുസമാഗമം, വിരുന്ന്, പാരിതോഷിക സിദ്ധി ഇവയെല്ലാം പ്രതീക്ഷിക്കാം. വൈദിക സമർപ്പണങ്ങൾ സമയം കണ്ടെത്തും. തിങ്കളും ചൊവ്വയും ബുധനും വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. ധനപരമായ കുറച്ചൊക്കെ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആലോചനകളെ നിങ്ങളുടെ ക്രിയാപദത്തിലെത്തിക്കുവാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. ദുഷ്ടപ്രേരണകൾക്ക് വിധേയമാകാതിരിക്കുവാൻ ജാഗ്രത വേണം. മറ്റു ദിവസങ്ങളിൽ സാമാന്യമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ഫലപ്രദമായ വാക്കുകൾ കേൾക്കും. സാമ്പത്തിക സ്രോതസ്സുകൾ തെളിയും. ദാമ്പത്യം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജോലിയിൽ വളരെയധികം ചടുലത കുറയുന്നതായി കാണും. ചിന്താപരത വളരെയധികം വർദ്ധിക്കുന്നതാണ്. പ്രതീക്ഷിച്ച സഹായം വൈകുന്നതിൽ വിഷമം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പണയ വസ്തുക്കൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമം ഫലം കാണുകയും ചെയ്യും. നിങ്ങളുടെ സഹോദരാനുകൂല്യം ഉണ്ടാകും. ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നതാണ്. അതിൽ നിന്നും വളരെ തരക്കേടില്ലാത്ത ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യസ്ഥിതി തെല്ല് ബാധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക്. സർക്കാർ കാര്യങ്ങളിൽ നിങ്ങളുടെ കാര്യസാധ്യത്തിന് ആപത്രിതമായ ശ്രമം ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്
വളരെയധികം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയെന്ന ഒരു സ്ഥിതി സംജാതമാകുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആദിത്യൻ ജന്മരാശിയിൽ, അതായത് ജന്മ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദേഹക്ലേശം അനുഭവപ്പെടുന്നതാണ്. പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സമയമല്ല. എന്നാൽ ആവർത്തിത ശ്രമങ്ങൾ ലക്ഷ്യം കാണുന്നതാണ്. അധികാരികളുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതിനാൽ തൊഴിലെടുത്ത് കൈപ്പുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും. എന്നാൽ ആത്മവീര്യം നഷ്ടമാകില്ല. ബിസിനസ്സിൽ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സഹോദരന്മാരുടെ പിന്തുണ വളരെയധികം ലഭിക്കും. പോലീസ്, സൈന്യം, ഫയർഫോഴ്സ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്ന ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായ ആളുകളുടെ സ്വതസിദ്ധമായ കഴിവുകൾ തിരിച്ചറിയുകയും അവ പുറത്തെടുക്കുവാൻ കഴിയുന്നതുമാണ്. സ്വകാര്യ മേഖലയിൽ പുതിയ ജോലിക്കുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കും. പണം മുൻകൂട്ടി ചെലവാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നഷ്ടം വരുവാൻ ഇടയുണ്ട്. ഗവേഷകർക്ക് അനുകൂലമായ സാഹചര്യമാണ്. സെമിനാറുകളിലും മറ്റും പങ്കെടുക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്വമേധയാ ഏറ്റ് മുന്നോട്ട് വരുവാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുവാൻ ആത്മാർത്ഥത വളരെയധികം അനിവാര്യമായി വരുന്ന ഒരു സമയം കൂടിയാണ്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ മക്കളോടൊപ്പം താമസിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഉത്രം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം പ്രസരിപ്പും പ്രസാദവും ഈ ആഴ്ചയിലുണ്ടാകും. ചില നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. സുഹൃത്ത് സംഗമം, വിരുന്നൂണ് എന്നിവയും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കാര്യതടസ്സവും അനുഭവപ്പെടും. ചില നിവേദനങ്ങൾ ബദിരാകരണങ്ങളിൽ പതിക്കുന്നതാണ്. അപ്രസക്തമായ കാര്യങ്ങൾക്കായി നേരവും കാലവും കളയേണ്ടതായി വരും. വിമർശനങ്ങളെ ചെവിക്കൊള്ളാനും തയ്യാറാവുന്ന ഒരു ദിവസങ്ങളല്ല. മറ്റു ദിവസങ്ങളിൽ പ്രായേണ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സമാശ്വസിക്കാനും സന്തോഷിക്കുവാനും വളരെയധികം കാര്യങ്ങൾ വന്നെത്തുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വിശ്വാസയോഗ്യരല്ലാത്ത വ്യക്തികളുടെ കൂട്ടുകെട്ട് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കും. വാസ്തവം അറിയാതെയുള്ള പ്രതികരണം വളരെയധികം ശത്രുക്കളെയും സൃഷ്ടിക്കുന്നതാണ്. ധനവരവ് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ആഴ്ച കൂടിയാണ്. പ്രതീക്ഷിക്കാതെയുള്ള ധനനേട്ടം ഈ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടാകും. വ്യയത്തിൽ ആർഭാടമരുത്. വിദ്യാർത്ഥികൾക്ക് ഇടക്കാല പരീക്ഷയിൽ സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ്. പകരക്കാരെ ബിസിനസിൻ്റെ ഉത്തരവാദിത്തം നൽകി ചുറ്റിക്കറങ്ങാനുള്ള പ്രവണത ദോഷം ചെയ്യുന്ന ഒരു സമയമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ പ്രയത്നങ്ങൾ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ്. ഉദ്യോഗം തേടുന്ന ആളുകൾക്ക് വളരെ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. വ്യാപാര രംഗത്തും വളരെയധികം മുന്നേറ്റം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഉൽപാദന വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം നേട്ടങ്ങളാണ് വന്നെത്തുന്നത്. സാമ്പത്തിക സ്രോതസ്സുകൾ വളരെയധികം ഉണരുന്നതാണ്. നവീകരണം പൂർത്തിയാക്കി നിങ്ങളുടെ കച്ചവട സ്ഥാപനം റെഡിയാക്കുവാൻ കഴിയും. സർക്കാരിൽ നിന്നുള്ള അനുമതി കൈവരുന്നതാണ്. പൊതുപ്രവർത്തനം വളരെയധികം സംതൃപ്തിയേകുകയും ചെയ്യും. കളമറിഞ്ഞ് കരുക്കൾ നീക്കുവാനും പലരെയും അടിയറവ് പറയിക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും. കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ചെവി കൊടുത്ത് കേൾക്കുവാനും നിങ്ങൾക്ക് സമയം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരായ ആളുകളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനോ പൂർവിക സ്വത്തുക്കൾ നേടുന്നതിനോ കോടതികളിൽ ചുറ്റിക്കറങ്ങേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം നഷ്ടപ്പെടാം. നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കുവാൻ കുറച്ചധികം കാത്തിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കാലയളവിൽ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും സ്കീമുകളിൽ പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആഴ്ചയുടെ അവസാന പകുതിയിൽ കുടുംബത്തിൽ ഒരു സഹോദരനോ സഹോദരിയോ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് എല്ലാവിധ സന്തോഷവും പിന്തുണയും ലഭിക്കുന്ന ഒരു സമയമാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് എല്ലാവിധ ജോലികളും കൃത്യസമയത്ത് ചെയ്യുന്നതിൽ വിജയിച്ചിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരുന്ന ഒരു സമയമാണ്.
നിങ്ങളുടെ കഴിവുകൾ കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമോ സ്ഥാനമോ ലഭിച്ചേക്കാം. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമായിരിക്കും. പാർട്ടിയിലും സമൂഹത്തിലും നിങ്ങൾക്ക് ഉന്നത പദവി ലഭിക്കുന്നതാണ്. ഭരിക്കുന്ന സർക്കാരുമായി സുപ്രധാന പദവികൾ വന്നു ചേരും. ദീർഘകാലമായി ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുടെ ആഗ്രഹം ഈ ആഴ്ച സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു രീതിയിലുമുള്ള അലംഭാവം അരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സീസണിൽ രോഗങ്ങൾ ഇരട്ടിയാകുവാനും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുകയും ചെയ്യുന്ന ആഴ്ചയാണ് അനിഴം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്തും ബിസിനസ്സിലും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. വലിയ ഇടപാടുകൾ നടത്തുമ്പോഴോ പണം നിക്ഷേപിക്കുമ്പോഴോ നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കുക. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി വരെ വളരെയധികം അനുകൂലമായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. ജോലി മാറുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് പുതിയതും മികച്ചതുമായ അവസരങ്ങൾ വന്നെത്തും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപൂർണ്ണമായി തുടരുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഞായറാഴ്ച അഷ്ടമ രാശിയാകിയാൽ, അതായത് ഇന്ന്, ശുഭത്വം വളരെയധികം കുറവായിരിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുക. മറ്റു ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങളും ഗുണഫലങ്ങളും ഒന്നിനു പിറകെ ഒന്നായി എത്തും. സുഹൃത്തുക്കളുടെ കാര്യത്തിൽ സംയോജിതമായ ചില നടപടികൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ ദിനപക്ഷങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കും. അവയ്ക്ക് ഉചിതമായ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും. സ്വാശ്രയ വ്യാപാരം വളർച്ചയുടെ പാതയിലേക്ക് കുതിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർ സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ധനപരമായി സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ദിവസങ്ങളാണ് മൂലം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ ആഴ്ചയുടെ തുടക്കം ദേഹസൗഖ്യക്കുറവ് അനുഭവപ്പെടും. തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെയധികം ക്ലേശിക്കുന്നതാണ്. ചൊവ്വാഴ്ച മുതൽ സ്ഥിതി എല്ലാം മാറി മറിയുകയും ചെയ്യും. മാനസിക ഉല്ലാസം വളരെയധികം ഉണ്ടാവുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഭവിക്കുന്നതാണ്. തീരുമാനങ്ങളൊന്നും വൈകില്ല. അവ നടപ്പിലാക്കുവാനുള്ള ഉത്സുകത കാണിക്കുന്നതാണ്. പഠിതാക്കൾക്ക് ഇടക്കാല പരീക്ഷകളിൽ നന്നായി ശോഭിക്കുവാൻ സാധിക്കും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് താൽക്കാലികമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുകയാകും ഉചിതം. കർമ്മരംഗത്തും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും സംതൃപ്തിയും നൽകുന്ന ദിവസങ്ങളാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സത്യസന്ധമായ നിലപാടുകളിൽ വില പോകില്ലെന്ന് വരാം. പൊയ്മുഖം അണിയുവാൻ കഴിയുകയുമില്ല. ഇങ്ങനെ ഒരു കഷ്ടസ്ഥിതി അനുഭവിക്കും. തൊഴിൽ നേട്ടങ്ങൾ സാമാന്യമായി വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പറ്റിയ ഒരു സമയമല്ല വന്നെത്തിയിരിക്കുന്നത്. പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സുഹൃത്തുക്കളുടെ സഹായം ഒരുവിധം നടന്നു കിട്ടും. ഉദ്യോഗസ്ഥർക്ക് തസ്തിക മാറ്റം സംബന്ധിച്ച അറിയിപ്പുകൾ വന്നെത്തുന്നതാണ്. ധനു രാശിക്കാർക്ക് ദാമ്പത്യം തെല്ല് ക്ലേശകരമായി തീരുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ നിന്നും ചെറുതുകകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആഴ്ചയാണ്. ഈ ആഴ്ചയുടെ അവസാനം വളരെയധികം മനസ്സമാധാനം വന്നു ചേരുകയും ചെയ്യും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളാണ്. നിങ്ങളുടെ എല്ലാവിധ ആലോചനകളെയും പ്രാവർത്തികമാക്കുവാൻ ഈ ആഴ്ച സാധിക്കും. ഉപഭോക്താക്കളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ സ്വത്വരത നടപടികൾ സ്വീകരിക്കുന്നതാണ്. ലോൺ അപേക്ഷ അംഗീകരിക്കപ്പെടും. ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ള നിങ്ങളുടെ എല്ലാവിധ ശ്രമങ്ങളും വിജയത്തിലെത്തുന്നതാണ്. എതിരാളികളെ മറുതന്ത്രം കൊണ്ട് നേരിടുവാൻ നിങ്ങൾക്ക് കഴിയും. ഭോഗസുഖം വളരെയധികം ലഭിക്കും. ആഘോഷങ്ങൾക്കുള്ള സാമ്പത്തികം നിങ്ങളുടെ കൈവശം എത്തിച്ചേരുകയും പ്രതീക്ഷിക്കാതെയുള്ള ധന നേട്ടത്തിനും തിരുവോണം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മകരരാശിക്കാർക്ക് വാരത്തിൻ്റെ തുടക്കത്തിൽ, കുംഭരാശിക്കാർക്ക് അതിനുശേഷവും അഷ്ടമ രാശി വരികയാൽ ശുഭകാര്യങ്ങൾക്ക് ഉചിതമല്ല. ജാമ്യം നിൽക്കുക, കരാറുകളിൽ ഒപ്പിടുക എന്നിവയും വളരെയധികം ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുവാൻ. നിലവിലെ കർമ്മരംഗത്തു നിന്നും ന്യായമായ വരുമാനങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ദുർഘട കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകും. യാത്രാക്ലേശമോ വാഹനത്തിന് അറ്റകുറ്റപ്പണികളോ വരുന്നതാണ്.
എന്നാൽ എല്ലാവിധ എതിർപ്പുകളെയും ബുദ്ധി കൗശലത്താൽ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. 6ാം ഭാവം മുതൽ 9ാം ഭാവം വരെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടിയും കുറഞ്ഞുമിരിക്കും. ചില കാര്യങ്ങളിൽ നിന്ന് നല്ല വിജയം സമ്മാനിക്കും. പഴുതടച്ച പ്രവർത്തനം നടത്തി നിങ്ങളുടെ എതിരാളികളെ തറ പറ്റിക്കുവാൻ സാധിക്കുന്നതാണ്. ആദർശത്തെയും പ്രായോഗികതയെയും സമസിദ്ധിയോടെ ഇണക്കുവാൻ സാധിക്കും. നിസ്സാരമായ ചില കാര്യങ്ങളിൽ അശ്രദ്ധ കൂടുന്നതിൽ വളരെയധികം വീഴ്ച വരുന്നതാണ്. മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവധിയെടുക്കുവാനും അവരുമായി പുറം കാഴ്ചകൾ കാണുവാനുമുള്ള അവസരം വന്നെത്തും. വ്യാഴം വെള്ളി ദിവസങ്ങൾ വളരെയധികം ശുഭത്വം കുറവായുള്ള ദിവസങ്ങളാണ് ചതയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. കുറച്ചു കാലമായുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് ആശ്വാസമുണ്ടാക്കും. തൊഴിൽ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ കൈക്കൊള്ളുന്നതാണ്. സഞ്ചാരത്തിൽ നിന്നും നേട്ടങ്ങൾ കൈവരാം. വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാസ്ഥതയും ശ്രദ്ധക്കുറവും ഉണ്ടാകുന്നതിനാൽ ഗൃഹത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. പൊതുപ്രവർത്തനം അമിതമായ അധ്വാനത്തിനും മനക്ലേശത്തിനും ഇടവരുത്തുന്നതാണ്. ഉറ്റ ബന്ധുക്കളുടെ സന്ദർശനം സന്തോഷമേകും. വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരെ ഈ ആഴ്ചയിൽ കാത്തിരിക്കുന്നത്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഭാവനയും ജീവിത യാഥാർത്ഥ്യവും ഒത്തിണങ്ങി പോകുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. ആലോചനകളെല്ലാം കാട് കയറുന്നതാണ്. അതിനാൽ തന്നെ തൊഴിലിൽ മൗനം വളരെയധികം കുറയുന്നതാണ്. നിലവിലെ കർമ്മരംഗത്തോട് വളരെയധികം വിരക്തി തോന്നുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് തരക്കേടുണ്ടാവില്ല. നിത്യച്ചിലവിനുതകുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതാണ്. നാലിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഗാർഹികമായ സൗകര്യമെല്ലാം നഷ്ടപ്പെടും. അംഗങ്ങൾ തമ്മിൽ അനൈക്യമുണ്ടാകും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതാണ്. അവരുടെ ഉപദേശം പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധന് ഉച്ചരാശിയിൽ സഞ്ചാരം വരുന്നത് സ്വശക്തികളെയെല്ലാം തിരിച്ചറിയുവാൻ സഹായിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എതിർപ്പിൻ്റെ മുനയൊടിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഗണിതം, ശാസ്ത്രം, വ്യാകരണം, പ്രസംഗം, സാഹിത്യം, അധ്യാപനം, ജ്യോതിഷം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയും. ധനപരമായ സമ്മർദ്ദങ്ങളെല്ലാം വളരെയധികം കുറയും. ധനനേട്ടങ്ങളാണ് വന്നെത്തുന്നത്. വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ബിസിനസ് യാത്രകൾ വേണ്ടിവരും. ഈ യാത്രകളിലൂടെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബന്ധുക്കളുടെ കലഹത്തിൽ മധ്യസ്ഥ ശ്രമം ദുഷ്പേര് നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം മെച്ചപ്പെട്ട ദിവസങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.